മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടാനച്ഛനായ പ്രതിക്ക് 141 വർഷം തടവും 7.85 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തമിഴ്നാട് തിരുവാറൂർ സ്വദേശിയെയാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി AM അഷ്റഫ് ശിക്ഷിച്ചത്. ബാലികയുടെ മാതാവിനെ ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് രണ്ടാമത് വിവാഹം കഴിച്ചതാണ് പ്രതി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വാടക ക്വാർട്ടേഴ്സുകളിൽ താമസിച്ച് ജോലി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. കുട്ടിയുടെ മാതാവ് ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ താമസ സ്ഥലത്ത് വെച്ച് കുട്ടിയെ പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. 2017 മുതൽ 2020 നവംബർ വരെയുള്ള കാലയളവിൽ വിവിധ വാടക ക്വാർട്ടേഴ്സുകളിലാണ് പീഡനം നടന്നത്. 2021 ഫെബ്രുവരി 5-ന് കുട്ടി കൂട്ടുകാരിയുമൊത്ത് മലപ്പുറം മുണ്ടുപറമ്പിലെ വാടക ക്വാർട്ടേഴ്സിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ രണ്ടാനച്ഛൻ വീട്ടിലേക്ക് വരികയും കുട്ടിയെ കിടപ്പുമുറിയിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. ഇക്കാര്യം കുട്ടി കൂട്ടുകാരിയോടും ജോലി കഴിഞ്ഞെത്തിയ മാതാവിനോടും പറഞ്ഞതോടെയാണ് പീഡന വിവരം പുറത്തായത്. മാതാവ് കുട്ടിയോടൊപ്പം മലപ്പുറം പോലീസിലെത്തി പരാതി നൽകുകയായിരുന്നു. എന്നാൽ കേസ് കോടതിയിലെത്തിയതോടെ മാതാവ് കൂറുമാറി. എന്നാൽ കുട്ടിയുടെയും കൂട്ടുകാരിയുടെയും മൊഴിയും മെഡിക്കൽ എവിഡൻസും പരിഗണിച്ച കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുകയായിരുന്നു. പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം തുക പീഡനത്തിനിരയായ കുട്ടിക്ക് നൽകണമെന്നും വിധിച്ച കോടതി സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും അതിജീവിതയ്ക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി. മലപ്പുറം വനിതാ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന റസിയ ബംഗാളത്താണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തതും. സബ് ഇൻസ്പെക്ടർ PV സിന്ധു, SCPO ദീപ എന്നിവരാണ് തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A സോമസുന്ദരൻ 12 സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു. 24 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷൻ ലൈസൺ വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ N സൽമ, P ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.